ഭാരതത്തിന്റെ കിഴക്കൻ തീരത്ത് ബംഗാൾ ഉൾക്കടലിന്റെ തിരമാലകൾ പാദങ്ങളിൽ ചുംബിക്കുന്ന ആന്ധ്രാപ്രദേശ് എന്ന പുണ്യഭൂമിയിലേക്ക് സ്വാഗതം. ഇത് കേവലം ഒരു സംസ്ഥാനമല്ല, മറിച്ച് ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രവും സംസ്കാരവും വിശ്വാസങ്ങളും ഇഴചേർന്ന ഒരു മഹാകാവ്യമാണ്. വെയിൽ തട്ടി തിളങ്ങുന്ന കൃഷ്ണയുടെയും ഗോദാവരിയുടെയും കൈവഴികൾ ഈ മണ്ണിന്റെ ജീവനാഡികളാണ്. ഈ നദികൾ ഒഴുകുന്നത് വെറുമൊരു ഭൂപ്രദേശത്തിലൂടെയല്ല, മറിച്ച് കോടിക്കണക്കിന് മനുഷ്യരുടെ സ്വപ്നങ്ങളിലൂടെയും വിയർപ്പിലൂടെയുമാണ്. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ഏഴുമലകൾക്ക് മുകളിലുള്ള തിരുമലയിൽ നിന്നാണ്. പുലർക്കാലത്തെ മഞ്ഞുതുള്ളികൾക്കിടയിലൂടെ കേൾക്കുന്ന ഗോവിന്ദനാമങ്ങളും വെങ്കിടേശ്വര സുപ്രഭാതവും ഇവിടത്തെ വായുവിൽ പോലും ഭക്തിയുടെ സുഗന്ധം നിറയ്ക്കുന്നു. സ്വർണ്ണത്തിളക്കമുള്ള ആ ക്ഷേത്രമുറ്റത്ത് നിൽക്കുമ്പോൾ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ആത്മീയ ബന്ധത്തിന്റെ ആഴം നാം തിരിച്ചറിയും. അവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ കാണുന്ന ആന്ധ്രയുടെ വിശാലതയിൽ പ്രകൃതിയും പുരോഗതിയും കൈകോർത്തു നിൽക്കുന്നത് കാണാം. ചരിത്രത്തിന്റെ താളുകളിലേക്ക് മടങ്ങുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ശതവാഹനന്മാരുടെയും വിജയനഗര സാമ്രാജ്യത്തിന്റെയും പ്രതാപകാലമാണ്. ഹംപിയിലെ കല്ലുകളിൽ കൊത്തിവെച്ച കവിതകൾ പോലെ ലേപാക്ഷിയിലെ നന്ദിയും വീരഭദ്രക്ഷേത്രത്തിലെ തൂണുകളും ഇന്നും പഴയകാലത്തെ വൈദഭവം വിളിച്ചു പറയുന്നു. കലയും വാസ്തുവിദ്യയും ഇത്രമേൽ മനോഹരമായി സമ്മേളിച്ച മറ്റൊരു ഇടം കണ്ടെത്തുക പ്രയാസമാണ്. കുച്ചിപ്പുടി എന്ന നൃത്തരൂപത്തിന്റെ ചുവടുകളിൽ ഈ മണ്ണിന്റെ താളം തുടിക്കുന്നു. ഓരോ മുദ്രയിലും ഭാവത്തിലും ആന്ധ്രയുടെ ആത്മാവ് തുടിക്കുന്നത് നമുക്കനുഭവിക്കാനാകും. നഗരങ്ങളുടെ തിരക്കിലേക്ക് വരുമ്പോൾ വിശാഖപട്ടണം എന്ന ഭാഗ്യനഗരം നമ്മെ അത്ഭുതപ്പെടുത്തും. പച്ചപ്പാർന്ന മലനിരകൾ, കടലിനോട് രഹസ്യം പറയുന്ന വൈശാഖിലെ കടൽത്തീരങ്ങൾ ശാന്തതയുടെ പ്രതീകമാണ്. അതേസമയം അമരാവതി എന്ന പുതിയ സ്വപ്നം ആധുനിക ഇന്ത്യയുടെ കുതിപ്പിനെ സൂചിപ്പിക്കുന്നു. വികസനത്തിന്റെ പാതയിൽ മുന്നേറുമ്പോഴും ഈ നാട് അതിന്റെ വേരുകൾ മറക്കുന്നില്ല. ലോകത്തെ ഏറ്റവും മികച്ച മുളകുകളും പുകയിലയും വിളയുന്ന ഗുണ്ടൂർ മുതൽ രുചിയുടെ വിസ്മയമായ ഹൈദരാബാദി ദം ബിരിയാണി വരെ ഇവിടെ ഓരോ കഷ്ണത്തിലും ഓരോ തുള്ളിയിലും ഈ മണ്ണിന്റെ തനിമയുണ്ട്. വിജയവാഡയിലെ കനകദുർഗ ക്ഷേത്രത്തിലെ മണികൾ മുഴങ്ങുമ്പോൾ അത് ഈ നാട്ടിലെ കർഷകരുടെ അതിജീവനത്തിന്റെ പോരാട്ടം കൂടിയാണ്. അന്നദാതാക്കൾ എന്ന് വിളിക്കപ്പെടുന്ന ഇവിടുത്തെ മനുഷ്യർ കഠിനാധ്വാനം കൊണ്ട് ഇന്ത്യയുടെ അരിപ്പാത്രമായി ആന്ധ്രയെ മാറ്റി. കൊയ്ത്തുപാട്ടുകൾ പാടുന്ന പാടശേഖരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ ലളിതമെങ്കിലും സമ്പന്നമായൊരു ജീവിതശൈലി നമുക്ക് കാണാം. ആന്ധ്രയുടെ ഗ്രാമങ്ങൾ സ്നേഹത്തിന്റെയും ആതിഥ്യമര്യാദയുടെയും ഈരടികളാണ്. സമയം ഒഴുകി നീങ്ങുമ്പോൾ ഈ മണ്ണ് നമ്മോട് പറയുന്നതൊരു കഥയല്ല, മറിച്ച് ജീവിതത്തോടുള്ള കാഴ്ചപ്പാടാണ്. പ്രതിസന്ധികളെ അതിജീവിച്ച് പാരമ്പര്യത്തെ നെഞ്ചോട് ചേർത്ത് ആധുനികതയിലേക്ക് ചുവടുവെക്കുന്ന ഒരു ജനതയുടെ കഥ. കോദണ്ഡരാമന്റെ വില്ലൊലി മുതൽ ഇന്നത്തെ ഐ.ടി. പാർക്കുകളിലെ കീബോർഡ് ശബ്ദം വരെ ഈ യാത്രയുടെ ഭാഗമാണ്. ആന്ധ്രാപ്രദേശ് വെറുമൊരു സ്ഥലമല്ല, അതൊരു വികാരമാണ്. ആഴമേറിയ വിശ്വാസവും അടങ്ങാത്ത ആവേശവും വിട്ടുകൊടുക്കാത്ത ആത്മവീര്യവും ഒത്തുചേരുന്ന ഒരിടം. ഈ മണ്ണിലെ ഓരോ കാറ്റും നമ്മോട് മന്ത്രിക്കുന്നത് ഒന്നുമാത്രം: ജീവിതം അതിന്റെ പൂർണ്ണതയിൽ ആഘോഷിക്കാനുള്ളതാണ്. ഈ സൂര്യോദയങ്ങളുടെയും നദീതടങ്ങളുടെയും നാട് എന്നും വിസ്മയമായി നമ്മുടെ ഉള്ളിൽ അവശേഷിക്കും. ഭാരതത്തിന്റെ ഹൃദയത്തുടിപ്പായി, കിഴക്കിന്റെ പ്രകാശമായി ആന്ധ്ര ഇനിയും ജ്വലിച്ചു നിൽക്കും.